ഹലോ ഗായ്സ്, അപ്പം നമ്മളൊരു പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഒരു വെറൈറ്റി ബ്ലോഗ് ആക്കിയാലോ എന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ കുറച്ച് തേങ്ങ ഉണക്കി വെച്ചതുണ്ടായിരുന്നു. അത് മില്ലിൽ വന്ന് കണ്ട് എന്ത് ചെയ്യണം, നമുക്ക് ആ തേങ്ങ എണ്ണാക്കി മാറ്റണം. അപ്പോൾ ആ ഒരു ബ്ലോഗ് എടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എങ്ങനെയാണ് ഏതാണെന്നൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കി. ഇതാണ് നമ്മളെ ചാക്ക്. അങ്ങനെ ചാക്കിലുള്ള തേങ്ങകളൊക്കെ തൂക്കി അതേപോലെ അവിടെയുള്ള എള്ളും തൂക്കിയാണ്ട് ഇനി ചെയ്യേണ്ട പരിപാടി വെച്ചാൽ തേങ്ങ ഇതിലേക്ക് ഇട്ടു. ഇനി ഇതിനിട്ട് കറക്കണം. ഇതിനെ കറക്കിക്കാണ്ട് നമുക്ക് എണ്ണ കിട്ടുള്ളൂ. ഇനി ഇതെന്താ ചെയ്യണം എന്ന് വെച്ചാൽ, ഈ തേങ്ങ കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ റൗണ്ട് അടിച്ച് ആ സെൻറ്ററത്തെ ഒരു കോല് കണ്ടോ, ആ കോലിൻ്റെ ഒരു ഹോളുണ്ട്. ആ ഹോളിലേക്ക് ഇറങ്ങി ഈ താഴെയുള്ള ഈ 2 ഹോള് കണ്ടോ, ഈ ഹോളിലൂടെയാണ് എണ്ണ എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് ആയിട്ട് വരുന്നത്. ഈ ഒരു സാധനത്തിനെ പിടിച്ച് തള്ളുന്നതും ഈ ഇതിനെ കറക്കുന്നതൊക്കെ പറയുമ്പോൾ ഇത് വേറെ ആരുമല്ല, എൻ്റെ ഉപ്പാൻ്റെ ഏട്ടനാണ്. ഈ ഏട്ടൻ്റെ അനിയനാണ് എൻ്റെ ഉപ്പ. ഈ എൻ്റെ ഉപ്പ എന്ന് പറയുന്ന ആളാണ് നേരത്തെ നിങ്ങൾ കണ്ടിട്ടുള്ള ആ വെള്ളത്തുണിയൊക്കെ എടുത്തുകൊണ്ട് ഇരിക്കുന്ന ആള്. അപ്പോൾ ഇവർ രണ്ടാളും ഇതിൻ്റെ ഉള്ളിൽ കുറേ നേരം എന്തൊക്കെയോ കാട്ടുന്നത്. അപ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി, എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ പോയി നോക്കുക. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കാണാനും വേണ്ടി ഞാൻ പോയി നോക്കുമ്പോൾ വലിയ രസമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ആ സെൻറ്ററത്തെ ആ സാധനത്തിൻ്റെ ഉള്ളിലേക്ക് തേങ്ങ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് കാണാൻ ആഹാ എന്താ ഒരു ഭംഗി. ആ ഭംഗി എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളൊരു ഭംഗിയല്ല, പക്ഷേ ആ തേങ്ങന്നെ ആവണം അതിൻ്റെ ഉള്ളിൽ പോകണം. നമ്മൾ കയ്യോ കാലൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്താലേ ഇത് ചിലപ്പോൾ ഈ എണ്ണ വരുന്ന ഭാഗം വേറെ എന്തെങ്കിലും ആയി മാറും. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കണം. കുറച്ച് ഡേഞ്ചറുള്ളൊരു പണി തന്നെയാണ്. മൂത്താപ്പോൾ കുറേ കാലമായി, ഇതിലൊരു 10-15 വർഷത്തിൻ്റെ മേലായി ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. എന്തായാലും മൂത്താപ്പോൾ കാര്യപ്പെട്ട് ഇവിടുന്ന് തള്ളലും ഉന്തലും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പശുവിന് കയറ് കെട്ടണ മാതിരി ഇടയ്ക്ക് കയറ് വലിക്കുന്നുണ്ട്, ഇടയ്ക്ക് മറ്റേ മൂക്കയർ വലിക്കുന്നുണ്ട്, എന്തൊക്കെ കാട്ടുന്നുണ്ട്. സംഭവം നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കുക എന്നല്ലാതെ വേറൊരു നിവർത്തില്ല. നമുക്ക് പോയി സഹായിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും അറിയണ്ടേ. പക്ഷെ ഞാൻ കണ്ട് സഹായിക്കണം നമ്മൾ. ഇടയ്ക്ക് നമുക്ക് മൂത്താപ്പാക്ക് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് കണ്ട് സഹായിക്കുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ കണ്ടുകൊണ്ട് സഹായിക്കുന്ന സമയത്താണ് മൂപ്പര് നല്ല രീതിയിൽ ഇങ്ങനെ വടിച്ചെടുക്കുന്നത്. അപ്പോൾ വടിച്ചെടുക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇതിപ്പോൾ ഓട്ടോമാറ്റിക് അതിൻ്റെ ഉള്ളിലേക്ക് പോകില്ല, ഇത് എന്തിനാണ് വടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ മൂപ്പരോട് ജസ്റ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങോട്ട് ബാ ഞാൻ പറഞ്ഞുതരാറുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഏകദേശം അപ്പോൾ മനസ്സിലായി. അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞതുകൊണ്ട് മൂത്ത പറഞ്ഞു, ഒന്നും എല്ലാം മനസ്സിലായില്ല, എന്നാൽ ബാ പണിയെടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പണിയെടുക്കണം, ഞാൻ വീഡിയോ എടുക്കണം, നിങ്ങളാണ് ഇതിലെ സ്റ്റാർ, നിങ്ങളെ ഞാൻ പൊലിപ്പിച്ചുകൊണ്ട് ഞാൻ ഇതിൽ കാണിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നായിക്കോട്ടെ എന്നാ അവിടെ നിന്ന് ഇപ്പാക്ക് ഭയങ്കര പണിയെടുത്തു. ഉപ്പാനെ കൊണ്ട് അത് എടുപ്പിച്ചാലും ഉപ്പാനെ കൊണ്ട് ഇതാക്കലും അത് തമാശ, അത് ഒരു സന്തോഷത്തോടെ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചൊന്നുമല്ല. അതൊക്കെ സന്തോഷമാണ്, അതൊക്കെ രസമാണ്. അതിൻ്റെ രസത്തിൽ ഇങ്ങനെ പോകുന്ന സമയത്താണ് ആദ്യം നമുക്ക് ആ എണ്ണ മാറ്റി വെച്ച് ആ ബക്കറ്റ് ഇങ്ങോട്ട് മാറ്റി വെച്ചാണ്ട് ആ കുടം എന്ത് ചെയ്തുകൊണ്ട് അങ്ങോട്ട് വെച്ചത്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, എന്തിനാണ് ഇപ്പോൾ ഈ ബക്കറ്റ് മാറ്റി വെച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായി, പണ്ട് ഞാൻ ഇതേപോലെ കണ്ടിട്ടുണ്ട്. ആ ബക്കറ്റിലുള്ള എണ്ണ വീണ്ടും ഇതിലേക്ക് ഒഴിക്കുമെന്ന് പറയുമ്പോൾ ഈ ഒരു കുടത്തിലേക്കല്ല ഒഴിക്കുന്നത്, ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഒഴിക്കുന്നത്. അതിൻ്റെ അടിയിലാണ് ഇതിനെന്തോ ഒരു ലൂസ് കണക്ഷൻ ഇവിടെ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ലൂസ് കണക്ഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കണ്ടു നിന്ന് എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് കാര്യപ്പെട്ട മറ്റേ നമ്മളെ തേങ്ങ ഈ സെൻറ്ററത്തെ ഈ കോലുണ്ടല്ലോ, ഈ കോലിൻ്റെ ഉള്ളിൽ കാക്കുന്ന എന്തോ ഒരു ത്രികാർമണ്ടിക്ക് എന്തൊക്കെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടെന്ന്. അങ്ങനെ ആ ഒരു സാധനം റെഡിയാക്കി കൊടുത്ത് പിന്നെ പനോട് പറഞ്ഞു, ഇത് അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും ചോദിക്കാതെ തന്നായാലും, ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാണം കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ചോദിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പുലിവിൽ നമ്മൾ ഉദ്ദേശം തന്നെയാണല്ലോ എന്നുള്ള ആ പുലിവിൽ അവിടെ നിന്നുകാണ്ട് പിന്നെ ഇങ്ങനെ നോക്കി നിന്നു. അങ്ങനെ ആ വരണ്ട് ഇങ്ങനെ കാണാൻ ഭയങ്കര രസമാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ നോക്കി നിന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു തൂക്കം നോക്കാലോ വിചാരിച്ചാണ് പോയി നോക്കിയപ്പോൾ 62 കിലോ ഉള്ള ഞാൻ 60 കിലോ ആയിട്ടുണ്ട്. എന്തായാലും നോമ്പിൻ്റെ എഫക്റ്റ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്, 2 കിലോ കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും അങ്ങനെ തൂക്കം കുറഞ്ഞതിൻ്റെ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ മൂത്താ പറഞ്ഞു, ഇജ് വിഷമിക്കൊന്നും വേണ്ട, എനിക്കൊരു വെള്ളച്ചാട്ടം കാണിച്ചാൽ എങ്ങോട്ട് നോക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് സംഭവം, വെള്ളച്ചാട്ടം നല്ല രീതിയിൽ തന്നെ കണ്ടു. അതാ അടാറായിട്ട് നല്ല രീതിയിൽ തന്നെ എണ്ണ ഇങ്ങനെ കുടത്തിലേക്ക് ഇങ്ങനെ അരിച്ചിങ്ങനെ പോകുന്ന ഇങ്ങനെ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അത് വേറെ രസം തന്നെ ഇങ്ങനെ കാണാൻ നിൽക്കാനും. അപ്പോൾ ആ വിഷമങ്ങളൊക്കെ തീർന്നു കണ്ട് പിന്നെന്ത് ചെയ്തു, അതിൻ്റെ മുകളിലേക്കൊന്ന് കയറി നോക്കി നമുക്ക് എന്താണ് ഉള്ളത്തെ ആ ഒരു തേങ്ങ ആയിട്ടുള്ളതെന്ന് കാണാൻ വിചാരിച്ച് നോക്കുമ്പോൾ അരഞ്ഞിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഈ ഒരു സാധനം കണ്ട, ഈ സെൻറ്ററത്തെ ഒരു സാധനം കണ്ട, ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ തേങ്ങ ഇങ്ങനെ വീണ് ചതഞ്ഞരിഞ്ഞ് അടിയിലിങ്ങനെ എണ്ണ ആയിട്ട് ഊർന്നു വരുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം. അപ്പോൾ അറിഞ്ഞില്ല കേട്ടില്ല കണ്ട. അങ്ങനെ കുടത്തിലുള്ള ആ ഒരു എണ്ണ നിറഞ്ഞു. ഇനി അടുത്തത് പറയുമ്പോൾ കുടത്തത് നിറഞ്ഞതുകൊണ്ട് ഇപ്പുറത്തെ ബക്കറ്റിലേക്ക് ആക്കുക എന്നുള്ളത്, വേറൊരു ബക്കറ്റ് ഉണ്ട്, ആ ബക്കറ്റിലേക്ക് മാറ്റി വെക്കുക എന്നുള്ളതാണ് അടുത്തൊരു പരിപാടി എന്ന് വെച്ചത്. അപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ നമുക്ക് എന്ത് ചെയ്തു, ഇങ്ങനെ മാറ്റി വെച്ച് എന്തൊക്കെയോ മൂപ്പര് ചെയ്യുന്നുണ്ട് മൂത്ത. അപ്പോൾ ഇപ്പുറത്തെ ബക്കറ്റിൽ നിന്ന് അപ്പുറത്തെ ബക്കറ്റൊക്കെ എന്തൊക്കെയോ അങ്ങോട്ട് ഒഴിക്കുന്നുണ്ട്. കുടത്തിൻ്റെ മേലെ ഇതേപോലെ ഒരു കവർ കിട്ടി. എന്താ വെച്ചാൽ നമ്മൾ ഓട്ടോറിക്ഷയിലാണ് ഇനി കൊണ്ടുപോകുക, അപ്പോൾ തുളുമ്പി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ട ഈ ഒരു തേങ്ങ നേരത്തെ കാണിച്ച ആ ഒരു തേങ്ങയാണ് ഇത് പിണ്ണാങ്കായിട്ട് ഇതേപോലെ മാറിയിട്ടുണ്ട് ഗൈസ്, ഇതേപോലെ മാറിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആടിനും പോത്തിനും കൊടുക്കുന്ന പിണ്ണാക്ക് എന്ന് പറയുന്ന സാധനം. ഇനി ആ
ആരും കണ്ടില്ല കേട്ടില്ല. ചൂട് എന്ന് പറഞ്ഞാൽ അലാക്കിന്റെ ചൂടാണ് അതിന്റെ ഉള്ളിൽ കൈയിട്ടപ്പോൾ, ചില്ലറ ചൂടൊന്നുമല്ല. അങ്ങനെ ആ ഒരു പിണ്ണാക്കിന്റെ ഉള്ളിന്നും ഇത് കണ്ട, ഈ പിണ്ണാക്കിന്റെ ഉള്ളിന്നും ഏകദേശം എണ്ണ ഊർന്ന് വരുന്നുണ്ട്. അങ്ങനെ ആ എണ്ണക്ക ഊർന്ന് വന്ന് വറ്റിയ ശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്യുക, ഇതേപോലെ ആ ഒരു പിണ്ണാക്ക് വേറെ ബക്കറ്റിലേക്ക് മാറ്റി വെക്കണം. കണ്ട, ഇത് ഈ ബക്കറ്റിലേക്ക് മാറ്റി വെക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആ പിണ്ണാക്ക് അത്രയും ചൂടുണ്ട്. മൂപ്പര് കൈ ഇങ്ങനെ പൊള്ളുന്നില്ലെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. എന്താ വെച്ചാൽ ഞാൻ തൊട്ടപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ചൂട്. ഇവർക്കൊക്കെ ഇത് എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും, എന്നും ചെയ്യുന്നതല്ലേ. എന്ന് ചെയ്യുന്നതാണെങ്കിലും എത്ര എക്സ്പീരിയൻസ് ആയാലും ചൂട് തന്നെയാണ്. പിന്നെ പറയണ്ടേ, ഇതിന്റെ ഉള്ളിലേക്ക് ഈ ആമറും ഈ കൊള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ടുകാണ്ട് ആ ഒരു സാധനം ഇത്രയും പിണ്ണാക്കായി ഇത്രയും അതിന്റെ ഉള്ളിൽ ഒട്ടിക്കെടുക്കുന്നുണ്ടാവും, ഇത്രയും പതിഞ്ഞ് കിടക്കുന്നുണ്ടാവും. അത്രയും വറ്റിച്ചതാണ് ആ ഒരു സാധനം. അപ്പോൾ ആ സാധനമൊക്കെ ഇതേപോലെ ഒരു ഉള്ളിയൊക്കെ വെച്ചുകൊണ്ട് ആമറും വെച്ചുകൊണ്ട് ഇതേപോലെ എടുത്തുകൊണ്ട് അത് ഒഴിവാക്കിയാണ്ട് എന്ത് ചെയ്യണം, പുതിയ ഇത് ഇട്ടാലേ പിന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് കറക്റ്റായിട്ട് എന്ത് ചെയ്യുള്ളൂ, എണ്ണ വരുള്ളൂ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, വെക്കായിട്ട് ആ കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി വീണ്ടും കൈകൊണ്ട് ഇങ്ങനെ എടുത്തിടുന്ന ആ ഒരു സാധനം ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് എന്താ പോലെ. ഇത് കണ്ടങ്ങൾ എന്ത് ചൂടാണ്. സത്യം പറഞ്ഞാൽ ഈ എടുത്തിടുമ്പോൾ ഭയങ്കര ചൂടാണ്. നിങ്ങൾ ഈ കാണുന്ന പോലെയല്ല, ഭയങ്കര ചൂട് തന്നെയാണ്. ഇത് ചെയ്യുന്ന ആളുകൾക്ക്, ഈ പണി ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും. എൻ്റെ കയ്യിൽ തന്നെ ഒരു ചെറിയൊരു പീസ് എടുത്തപ്പോൾ തന്നെ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല, അമ്മാതിരി ചൂട്. അപ്പോൾ എന്തായാലും ആ ഒരു പിണ്ണാക്കും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് ഇനി അടുത്തൊരു ട്രിപ്പും കൂടിയാണ് ഇടാൻ പോകുന്നത്. അങ്ങനെ അടുത്ത ട്രിപ്പും കൂടി ഇട്ട് ഈ ഒരു സംഭവം ഇനി എന്ത് ചെയ്യണം, ഇപ്പോൾ നമ്മൾ കണ്ട മാതിരി തന്നെ ആ ഒരു സാധനം ഓണാക്കണം. ആ ഒരു തേങ്ങയാണ് ഇപ്പോൾ കണ്ട, ഈ ഒരു തേങ്ങയാണ് ഇപ്പോൾ ആ പിണ്ണാക്കായിട്ടുള്ളത്. ഇത് ആ ഒരു സെൻറ്ററത്തെ ആ കോലിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അരഞ്ഞിങ്ങനെ വന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇത് എണ്ണ ആയിട്ട് ഇങ്ങനെ മാറുന്നത്. ഇപ്പം അതിൻ്റെ ഉള്ളിലുള്ള ആ പൊടിയും കാര്യങ്ങളൊക്കെ ഇതേമാതിരി എടുത്ത് ഇനിയിപ്പോൾ അത് എണ്ണയിലേക്ക് വരുമ്പോൾ അത് എന്ത് ചെയ്യും, അരിച്ചെടുക്കും. അങ്ങനെയൊക്കെ ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ വല്ലാത്തൊരു സംഭവം തന്നെയല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു തേങ്ങ ആട്ടൽ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഏകദേശം എല്ലാവർക്കും ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള വീഡിയോകളും ടെക് വീഡിയോകളായിട്ടും വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബായ്. മാൻ്റെ എണ്ണത്തി അതാ ചിരി എണ്ണച്ചിരി.